നമസ്കാരം, ഞാൻ നജീബ് കൊടുതല. നമ്മുടെ ഇന്നത്തെ പരിപാടിയെ കല്യാണ വീട്ടിലെ തലേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. ഒരു 50 കിലോ കോലം റൈസ് കൊണ്ട്, വടാ കോലം റൈസ് കൊണ്ടുള്ള ഗീ റൈസ് ആണ്. അത് ഒറ്റ ചെമ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ. ബാ, കൈമ റൈസിന് റേറ്റ് കൂടിയല്ലോ, എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഞങ്ങൾ വടാക്കോലം റൈസിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വടാക്കോലം റൈസ് നമുക്ക് ഗീ റൈസ് അടിക്കണമെങ്കിലേ ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കും കേട്ടോ. അപ്പോൾ അരി അളന്നുകൊണ്ടിരിക്കുവാണ്. ഇത് 5 കിലോത്തിൻ്റെ പക്കരാണ് കേട്ടോ. അപ്പോൾ 10 എണ്ണം, 8, ഓക്കെ ഓക്കെ 10. നെയ്ച്ചോറിന് കറി ചിക്കൻ റോസ്റ്റ് ആണ്. നമ്മുടെ അളിയൻ ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇക്ബാൽ എന്ന് പറയുന്ന ഒരു പയ്യൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ദോസ്താണ് കേട്ടാ, അല്ലേടാ? ആ ബിജു, മൂന്നാമത്തെ കഴുകണോ? ഒരു 5 കഴുക്ക് കഴിഞ്ഞിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്താൻ വെക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ ഗീ റൈസ് ഉണ്ടാക്കുന്നത്. 50 കിലോ റൈസിന് നമുക്കൊരു 6 സൺഫ്ലവർ കേട്ടോ, 6 ലിറ്റർ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഏലക്ക, കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, വലിയ ജീരകം, കുരുമുളക്, ജാതിപത്രി കേട്ടോ ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ. അതിലേക്ക് 3 പൈനാപ്പിൾ അരിഞ്ഞതേ, പൈനാപ്പിള് എണ്ണയിൽ മൂപ്പിച്ച് കഴിഞ്ഞാലേ നമ്മുടെ റൈസിനൊക്കെ നല്ല സ്മെല്ലുണ്ടാവും. കൈമ റൈസ് അല്ലല്ല, ഇത് വടാക്കോലനായതുകൊണ്ട് ഇപ്പം നമ്മൾ സ്മെല്ലൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പൈനാപ്പിളൊക്കെ ഒന്ന് മൂപ്പിക്കുമ്പോഴാണ് സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളത്. 5ൻ്റെ ബക്കറ്റാണ്. അപ്പോൾ 10 ബക്കറ്റ് റൈസ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അതിലേക്ക് 15 ബക്കറ്റ് വെള്ളം ഒഴിക്കുകയാണേ. ഇനി അതിലേക്ക് കല്ലുപ്പ് കേട്ടോ, 1,200 കല്ലുപ്പ് ഇടുന്നത് കേട്ടോ. ഇനി അതിലേക്ക് 1 കിലോ പച്ച സവാള അരിഞ്ഞത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില അരിഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ചെമ്പൊന്ന് മൂടി വെക്കാം. വെള്ളം തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് അരി ഇടാം. ബിജു, പോരട്ടെ. യാള, നമ്മൾ അരി ഇടുമ്പോൾ ചട്ടകം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ പതിയെ താഴത്തേക്ക് വീഴുള്ളൂ. ഒരു താങ്ങ്. ഓക്കെ, ഇനി 1.5 കിലോ നെയ്യ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. തിളക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കറക്റ്റ് തിളയാനായിട്ട് ഇപ്പോൾ തിളക്കുന്നത്. ഈ തിള മതി കേട്ടോ. നമുക്ക് ഒരുപാട് പൊട്ടിത്തിളച്ച് കഴിയുമ്പോൾ നീര് പറ്റുന്നതല്ലാതെ റൈസ് വേവത്തില്ല. ഇത് കറക്റ്റ് തിളയാം. അങ്ങനെ ഒന്നും കൂടി മൂടിയിടാം. അങ്ങനെ വെള്ളവും റൈസും കൂടി ഒപ്പത്തിനൊപ്പമായിട്ടുണ്ട് കേട്ടോ. ഇറക്കാറായി ഏകദേശം. ഇനി തീൻ്റെ പവർ നമുക്ക് കുറക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് കേട്ടോ. 50 കിലോ റൈസ് എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റ് ആണ്. അതിൻ്റെ വെള്ളം, ചെമ്പിൻ്റെ കരം. അപ്പോൾ നമ്മൾ അത്ര വെയിറ്റ് എടുക്കുമ്പോൾ നമ്മളൊന്ന് നടുവിന് നന്നായിട്ടൊന്ന് തോർത്തോണ്ട് കെട്ടിയേക്കണം കേട്ടോ. നമ്മുടെ ശരീരം നമ്മൾ നോക്കണം. യെസ്, അതായത് താൻ അവിടെ നിന്നാൽ മതി, ഞങ്ങൾക്ക് ഇറങ്ങി വരാം കേട്ടോ. യാള അവിടെയൊക്കെ ഓക്കെ. നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി പൊത്തി വെക്കാം കേട്ടോ.
അപ്പോൾ ഓക്കെ, ഒരു 20 മിനിറ്റ് കഴിയട്ടോ. ആ വിറകിലേക്ക് തന്നെ നമ്മൾ കനലുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഗ്രേവി വെക്കുവാണേ. ഒന്ന് നേരെ വയ്ക്കാം. സബാഷ്. ഓക്കെ, 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി പൊത്തി വെക്കാവേ. അടിയിലത്തെ ചോറ് മേളിൽ വരണം കേട്ടോ. ആ രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഈ മേളിലത്തെ ചോറ് ഈ നീരടിയിലേക്ക് പോയി കഴിയുമ്പോൾ മേളിലത്തെ ചോറ് വേവാതെ കിടക്കും. ഒരു വേവാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂരിപ്പൂ പോലെ കിടക്കും. അപ്പോൾ അത് അടിയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഈ ഇളക്കണം. ഒറ്റ ഇളക്കല്ലേ. മേളത്തെ ചോറെല്ലാം അടിയിൽ പോയിട്ടുണ്ട്. അടിയിലത്തെ ചോറെല്ലാം മേളിലും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് ലെവലാക്കാം. എപ്പോഴുമേ നെയ്ച്ചോറ് വെക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കട്ട ഉണ്ടാവണം. അന്ന് ആ കട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ ചോറിങ്ങനെ ഉതിർന്നു വരണം. ആ രീതിയിലാണെങ്കിലാണ് നെയ്ച്ചോറിനെയും ആ ഒരു ഭംഗി, ആ ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി സവാള വറുത്തതേ. ഇത് മൂടാം. ഇനി ആള് വരുമ്പോൾ നമുക്ക് ഇതിന് പൊട്ടിക്കാം കേട്ടോ. അങ്ങനെ നെയ്ച്ചോറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പണി കൂടി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഒതുങ്ങും കേട്ടോ. ഇനി നാളത്തെ പരിപാടിയിലേക്ക് പോവാം. അങ്ങനെ ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ നെയ്ച്ചോറ് പൊട്ടിക്കുവാണേ. ഈ ചെമ്പിലേക്ക് പകർത്തുവാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റൈസ് നമ്മൾ റൈസത്തിലേക്ക് പകർത്തുവാണ്. പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടി മുന്തിരിയൊക്കെ ഇങ്ങനെ തൂളി റൈസ് കട്ടെടുത്ത് ആദ്യം നമ്മൾ കുറച്ച് റൈസ് ഇങ്ങനെ എടുക്കണേ. ഒരു ചിക്കൻ്റെ പീസ് എടുത്തു കൊടുത്തോ. ധൈര്യപ്പെട്ട് അങ്ങോട്ട് കൊടുത്തു. ഒരു പീസ് കൂടി ഇരിക്കട്ടെ കേട്ടോ. എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഇങ്ങനെ റൈസ് ഇങ്ങനെ എടുത്ത് ആ ഗ്രേവി നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം സാധനം കേട്ടോ. അതിൻ്റെ കൂടെ ഇതേ പരിപ്പ്. ഈ പരിപ്പും കച്ചമ്പറും അച്ചാറൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ റൈസിൽ മിക്സ് ചെയ്ത് കഴിക്കരുത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വായിലിങ്ങനെ തൊട്ട് വെക്കാനേ പാടില്ലേ. കച്ചമ്പറായാലും ഇങ്ങനെ ഈ ചോറിൽ മിക്സ് ചെയ്ത് ഞാൻ നെയ്ച്ചോറിൻ്റെയും ആ ചിക്കൻ്റെ ടേസ്റ്റും മാറിപ്പോകും. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് കഴിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ആ പീസും കൂടി ഇങ്ങനെ ഇട്ടിട്ട് കുഴപ്പം സാധനം കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.